സ്റ്റുഡൻസ് എങ്ങനെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം അവരെങ്ങനെ കണ്ടെത്തും, അവർ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഇതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കും. അത് മാത്രമല്ല സ്റ്റുഡൻസ് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രഡീഷണലി ഇൻവെസ്റ്റിംഗിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഭാവിയിൽ നമുക്ക് ഗെയിൻ തരാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒന്നിൽ നമ്മൾ ഇന്ന് പണമോ സമയമോ എഫേർട്ടോ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് റിട്ടേൺസ് തരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ളത് അത് നിങ്ങളുടെ ബ്രെയിനാണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും കഴിവുകൾ ബെറ്റർ ആക്കാനും നിങ്ങൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കും എന്നും അതിൽ നിങ്ങൾ നന്നായി ആക്ഷൻ എടുക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് സ്റ്റുഡൻസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, ഇൻവെസ്റ്റിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അണ്ടർ 18 ആയിരിക്കും, അതല്ലെങ്കിൽ 18 കഴിഞ്ഞിട്ട് ഒരു 22-25 ഏജിലൊക്കെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. 18 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് അപ്ലൈ ചെയ്യാം. പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രോക്കർ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, ബാങ്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, പാൻ കാർഡ് അടിച്ചു കൊടുക്കുക, സെൽഫി എടുക്കുന്ന ഒരു പരിപാടി അവിടെ ഉണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അപ്പോൾ തന്നെ സെറ്റപ്പ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ല, നിങ്ങൾക്ക് ഒരു 17.5 വയസ്സൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നിങ്ങളുടെ ഏജ് അതിലൊക്കെ ഒരുപാട് താഴെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ ഗാർഡിയനാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം എന്ന് പറയുന്ന 2 ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെ നിങ്ങളുടെ പാരൻസിന്റെ പാൻ കാർഡ് യൂസ് ചെയ്ത് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഗാർഡിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് പാൻ കാർഡ് വെച്ച് ആദ്യം ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം. അതിനുശേഷം അവരെ ഗാർഡിയനാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ 2 ലിങ്ക് താഴെ കൊടുക്കാം. വളരെ ക്ലിയർ ആയിട്ട് ആ ലിങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി സ്റ്റെപ്പ് നമ്പർ 2, വെയർ ടു ഇൻവെസ്റ്റ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റിംഗ് അഡ്വൈസ് ആയിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. കാരണം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിംഗ് അഡ്വൈസ് എനിക്ക് പറഞ്ഞു തരാനുള്ള ലീഗലായിട്ടുള്ള അവകാശം പോലും എനിക്കില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 2 വർഷം ഞാൻ ഇനി പറയാൻ പോകുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കിട്ടിയാലും അത് 3 പോർഷനായിട്ട് തിരിക്കുക. 100 രൂപ കിട്ടിയാലും 500 രൂപ കിട്ടിയാലും 10,000 1 ലക്ഷം രൂപ എത്ര രൂപ കിട്ടിയാലും അത് 3 പോർഷൻ എടുത്തിരിക്കുക. ആദ്യത്തെ പോർഷൻ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിൽ ആദ്യത്തെ പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുക. സെക്കൻഡ് പോർഷൻ മീഡിയം റിസ്ക്. തേർഡ് പോർഷൻ ഹ്യൂജ് റിസ്ക് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്കറിയാം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഏൺ ചെയ്യുന്നത്. ചുറ്റും നിന്ന് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറച്ച് പൈസയല്ലേ, അത് സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടിട്ട് എന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പോർഷൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതിന്റെ കാരണം, നിങ്ങൾ ഏൺ ചെയ്തുണ്ടാക്കിയ ആ പണത്തിന്റെ ചെറിയൊരു പോർഷൻ സേഫ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കിടക്കുന്ന പണം അവിടെ അത് മാറ്റി വെക്കുന്ന ആ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കും. 1. ഇനി രണ്ടാമത്, നിങ്ങൾ കുറച്ച് പൈസയായിട്ട് കൂട്ടി വെക്കുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കാനുള്ള പണം. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിന്റെ ഫീസ് കൊടുക്കാൻ പെട്ടെന്ന് പാരൻസിന് തരാൻ പൈസ ഇല്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, അതെടുത്ത് നിങ്ങൾക്ക് കൊടുക്കാം. അതല്ല വേറെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു, വീട്ടിൽ പൈസ ഇല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് കൊടുക്കാം. ചിലപ്പോൾ 5,000 രൂപ കാണുള്ളായിരിക്കും. 5,000 രൂപയെങ്കിൽ 5,000 രൂപ അതൊരു വലിയ ഹെൽപ്പ് ആയിരിക്കും. അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തവണ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഫാമിലിക്ക് തന്നെ നിങ്ങളോടുള്ള ഫുൾ ആറ്റിറ്റ്യൂഡ് മാറിക്കിട്ടും. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞ പോർഷൻ മീഡിയം സേഫ് ആയിട്ടുള്ള അതല്ലെങ്കിൽ മീഡിയം റിസ്ക് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അത് ഞാൻ പറഞ്ഞതിന്റെ കാരണം അവിടെ അത് ലോങ് ടേമിൽ അത്യാവശ്യം ഗ്രോത്ത് നിങ്ങൾക്ക് തരും, സേഫ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ പോർഷൻ ഹൈ റിസ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ റീസൺ ഞാൻ പറയാം. അപ്പോൾ ഓൾറെഡി ഹൈ റിസ്കിലാണല്ലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേഴ്സ്റ്റ് കേസ് സെനാരിയോ നിങ്ങൾക്ക് ഒരു 80% 90% ലോസ് വന്നു എന്നങ്ങ് കരുതുക. നിങ്ങൾക്കറിയാമോ 80% ആളുകളും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാത്തതിന്റെ മേജർ കാരണം അവർക്ക് ലോസ് ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴോട്ട് വീണു. എൻ്റെ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 10 ലക്ഷം രൂപ 7 ലക്ഷം രൂപയിലേക്കോ 6 ലക്ഷം രൂപയിലേക്കോ താഴുന്നത് കാണുമ്പോൾ ഭയങ്കര നെഞ്ചുവേദനയുള്ള ആളുകളുണ്ട്. കാരണം ഇവർക്ക് മുന്നോട്ട് കൺവിക്ഷൻ ഇല്ല. ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിലോ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ചു കയറി വരുമെന്നോ ആ ഒരു കൺവിക്ഷൻ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ 6 ലക്ഷം ആയിരിക്കുന്ന സമയത്ത് അവർ എക്സിറ്റ് ചെയ്ത് പോകും. അവർ കുറേ നാളും കൂടി ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തിരികെ വന്ന് അവർക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടിയേക്കും. മേ ബി വലിയൊരു പോപ്പുലേഷൻ ആളുകളും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കാത്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഹൈ റിസ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. പിന്നെ വലിയ വിവരമുള്ള ആളുകൾ പറയുന്ന റൂള് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ റൂള് പ്രകാരം നമ്മുടെ ഏജ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് 20 വയസ്സേ ഉള്ളെങ്കിൽ 100ൽ നിന്ന് 20 കുറയ്ക്കുക. 20 കുറച്ച് കഴിഞ്ഞാൽ എന്താണ് 80
80% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഇക്വിറ്റീസ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ വിവരമുള്ള ആളുകളും ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രായം എത്ര കുറവാണോ അത്രത്തോളം റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറാവണം. കാരണം എന്താണ്, മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോഴേ റിസ്ക് എടുക്കാൻ പറ്റും. മുന്നോട്ട് ഫാമിലിയും കുട്ടികളും വീടും EMI എല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ റിസ്ക് എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ലോസ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ചുറ്റും ഇരുന്ന ആളുകൾ പറയുമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വലിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കുറെ ക്വിക്ക് മണി ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ടീനേജ് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയല്ല സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ലോസ് വന്ന് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പ്രോഫിറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ രീതികളെന്നും അവിടെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സൈക്കോളജി ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഫൗണ്ടേഷണൽ ലെസൺസ് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഒരു ഹാർഡ് ട്രൂത്തും കൂടെ ഞാൻ പറയാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്ന 1000, 10,000 അല്ലെങ്കിൽ 15,000 രൂപ ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ പൈസയും കൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട, ഞാൻ സത്യമാണ് പറയുന്നത്. വാറൻ ബഫറ്റ് 11ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മളും എത്രയും പെട്ടെന്ന് കിട്ടുന്ന 500, 1000, 200, 250 ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് കോടികളാവാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റിംഗിലെ സൈക്കോളജിയും കൂടെ ബെറ്റർ ആക്കാൻ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു നിങ്ങളുടെ ഈ പണം അല്ല നിങ്ങളെ ലോങ് ടേമിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിയാലിറ്റി മനസ്സിലാക്കാൻ. 2, റിസ്ക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ. റിസ്ക് മാനേജ്മെന്റ് നമ്മൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്? നമ്മൾ നമ്മുടെ പണത്തിന്റെ ഒരു പോർഷൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിട്ടു, വേറൊരു പോർഷൻ മീഡിയം റിസ്കിലിട്ടു, വേറൊരു പോർഷൻ ഹ്യൂജ് റിസ്കിലിട്ടു. അപ്പോൾ നമുക്ക് മുന്നോട്ട് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് ഈ റിസ്ക് മാനേജ്മെന്റ് എന്ന്. ഇനി 3ാമത്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ കോൺഫിഡൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ 30ാമത്തെ വയസ്സിലും 35ാമത്തെ വയസ്സിലും 40ാമത്തെ വയസ്സിലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്, 100% റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഏതാണ്, സ്റ്റോക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ, മ്യൂച്വൽ ഫണ്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ എന്നൊന്നും നിങ്ങൾ ആരോട് ചോദിക്കില്ല. കാരണം നിങ്ങൾക്ക് നല്ല ബോധം കാണും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് 100% റിട്ടേൺസ് തരുന്ന ഒരു സ്ഥലമല്ല എന്ന്. അതിന്റെ കാരണം നിങ്ങളുടെ ടീനേജസിലും നിങ്ങളുടെ ഏർലി 20s തന്നെ ഓൾറെഡി ഈ ലോസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഫിലോസഫി ഒന്നും വേണ്ട. ഇതെല്ലാം ബ്ലണ്ടറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ സേഫ് ആയിട്ടുള്ള RDയിലോ FDയിലോ ഒക്കെ കൊണ്ടിട്ടുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ടോട്ടലി ഇഗ്നോർ ചെയ്തോളൂ. റിസ്ക് എടുക്കാനും ഇതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം ടോട്ടലി റോങ് ആണ് എന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ടോട്ടലി ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്. ഈ 2 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം നിങ്ങൾക്ക് 3ആയിട്ട് ഈ പോർഷൻ ഡിവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിനെ 50-50 ആക്കണമെന്നോ അതല്ലെങ്കിൽ എനിക്ക് ഇത്ര റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ, ഞാൻ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ഡിസിഷൻ എടുക്കാനും സാധിക്കും. ഇനി സ്റ്റെപ്പ് നമ്പർ 3, ഹൗ ടു മേക്ക് മണി ടു ഇൻവെസ്റ്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ്, ടീനേജസിലും അതായത് ഏർലി 20s ഒക്കെ ഉള്ള സ്റ്റുഡൻസ്, നിങ്ങൾ ഒരു ഗോൾഡൻ എറയിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള ജനറേഷനും അതിന് മുമ്പുള്ള ജനറേഷനും ഒന്നും കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാം അടിപൊളിയാണ്, നിങ്ങൾക്ക് ഒരു പണിയെടുക്കാൻ ജീവിക്കാമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ, ഫോണിൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള അഡിക്ഷൻ, ഇതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് എളുപ്പമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അവിടെ നിങ്ങൾ ഉഴപ്പ് കാണിക്കരുത്. ഇനി വീക്കിലി ഒരു 4 to 5 hours എങ്കിലും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആ സ്കില്ലൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഒരു 2 to 3 months പണിയെടുത്താൽ പോലും നിങ്ങൾക്ക് സൈഡ് ഇൻകം കുറച്ചൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അതിൽ തന്നെ പലതും നിങ്ങൾക്ക് ലോങ് ടേമിൽ സ്കിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ഒരു ഫുൾ ടൈം കരിയർ ആക്കി എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരെ അതിലുണ്ട്. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല AI ടൂൾസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് അതിലൊക്കെ കുറച്ച് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 3, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇംഗ്ലീഷ് മോശമില്ലാതെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും പഠിക്കുക. 4ാമത്, ഒരാൾക്ക് പ്രോപ്പറായിട്ട് മെസ്സേജ് അയക്കാനും ഇമെയിൽ അയക്കാനും അവരോട് ഗ്രേസ്ഫുൾ ആയിട്ട് സംസാരിക്കാനും ശീലിക്കുക. ഇപ്പം നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുന്നു, ഞാനിത് വെറുതെ പറയുന്നതല്ല, എനിക്ക് കിട്ടിയിട്ടുള്ള ടൈപ്പ് മെസ്സേജാണ് ഞാൻ പറയുന്നത്. ഐ വാണ്ട് ടു ഡു ട്രേഡിംഗ്, ടെൽ മീ ഹൗ ടു സ്റ്റാർട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് 100 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാനേ പോകുന്നില്ല. ഇവൻ എന്തൊരു അഹങ്കാരിയാണ് എന്ന് തോന്നുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാലും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം മ്യൂച്വലി റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കാൻ സാധിക്കാത്ത ഒരാളുടെ ഒരു ഇൻഡിക്കേഷനാണ് എനിക്ക് ആ ഒരു മെസ്സേജിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാനേ പോകുന്നില്ല. ഹായ് പറയണം, ഗ്രീറ്റ് ചെയ്യണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചെങ്കിലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിന് മെയിലിന് റിപ്ലൈ തരാനും മെസ്സേജിന് റിപ്ലൈ തരാനും കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷൻ
കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശീലിച്ചാൽ മതി, നിങ്ങൾ വേറെ ലെവലിൽ എത്തും. ഇനി ഞാൻ നേരത്തെ കാണിച്ച ലിസ്റ്റ് ഓഫ് സംഭവങ്ങളില്ലേ, ഇതിലൊന്നും അല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്കില്ലോ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആ കാണിച്ച ലിസ്റ്റ് ഒന്നും ഫോളോ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കുക. ഇനി അവസാനമായിട്ട് വാട്ട് നോട്ട് ടു ഡു. ബാഡ് ഡെറ്റിൽ ഇപ്പോൾ പോയി ചാടരുത്. അൺവാണ്ടഡ് EMIസിൽ ഇപ്പോൾ പോയി ചാടരുത്. പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടാനുണ്ട്. പ്രായമായ ആളുകൾ പോലും അതിൽ പോയി വീഴുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ശീലിക്കുക, ഈ ഫേക്ക് പ്രോമിസസ് ഒക്കെ കണ്ട് അത് മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കുക. അതിലൊന്നും പോയി വീഴാതിരിക്കാനും ശ്രമിക്കുക. പിന്നെ പോൺസി സ്കീംസ് എന്താണ് എന്ന് ഞാൻ പറയണ്ട. നിങ്ങൾ ഒരാളെ ചേർക്ക്, അത് കഴിഞ്ഞ് അവർ വേറൊരാളെ ചേർക്ക്, നിങ്ങൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് കിട്ടും. ഇങ്ങനത്തെ ക്വിക്ക് റിച്ച് സ്കീംസിൽ ഒന്നും പോയി ചേരാതിരിക്കാൻ ശ്രമിക്കുക. റിയൽ സ്കിൽസ്, ലൈഫിൽ വേണ്ട റിയൽ സ്കിൽസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കാൻ ശ്രമിക്കുക. അൺവാണ്ടഡ് EMIയുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. അൺവാണ്ടഡ് EMIയിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ പോയി വീഴരുത്. അത് മുന്നോട്ട് നിങ്ങളുടെ ഹാബിറ്റും തകർക്കും, നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസും എല്ലാം തകർക്കും. അപ്പോൾ ഫൈനലി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ താഴെ കമൻറ്റ് ചെയ്യും. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലെ കാണാം.